കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിൽ നിന്നും രേണുവായി പൂർണ്ണമായി മാറിയിരിക്കുകയാണ് രേണു സുധി. സോഷ്യൽ മീഡിയ റീൽസുകളിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും പിന്നെ കുറെ ഷോർട്ട് ഫിലിമുകളിലൂടെയും ഒക്കെ രേണു തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്നതാ സോഷ്യൽ മീഡിയയിൽ രേണു എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം. പക്ഷേ ഇപ്പോഴും നിരന്തരമായി വിമർശനങ്ങൾ മാത്രമാണ്. ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്ന് വീണു വന്ന വിവരമാണ് രേണു പങ്കുവച്ചിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുകളുമായി ചാടി ഇറങ്ങിയപ്പോഴാണ് തലയടിച്ച് രേണു വീഴുന്നത്. ട്രെയിനിൻ്റെ AC കമ്പാർട്ട്മെൻറ്റിലാണ് രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചത്. ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചതും പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ ഒടുവിൽ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയുമായിരുന്നു. ആ സമയത്താണ് തലയ്ക്ക് അടിയേൽക്കുന്നത്. ഭാഗ്യത്തിനാണ് പാളത്തിലേക്ക് വീഴാതെന്നും വലിയൊരു അപകടമാണ് തന്നെ ഒഴിവായത് എന്നാണ് ഇപ്പോൾ രേണു പറയുന്നത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും CT സ്കാൻ ഉൾപ്പെടെ എടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ ഒരു വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴും രേണുവിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ്. ഒരാൾ ഇത്രയും വലിയൊരു അപകടത്തെക്കുറിച്ച് പോലും തുറന്നു പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്നവരാണ് പലരും. കാരണം രേണു എന്ന വ്യക്തിയെ ഇന്ന് ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു വരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വെറുപ്പിന്റെ അവസാനം ഇഷ്ടമായി തുടങ്ങി എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എങ്ങനെയാണ് രേണുവിനെ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.